വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ ദ ബിഗ് ലഡു എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്കൊന്ന് പോകാം. ലെറ്റസ് റൈറ്റ്. നമുക്ക് എഴുതി പഠിക്കാം. ഫ്രെയിം എ ഫ്യൂ സെൻറ്റൻസസ് യൂസിങ് ദ ഗിവൺ വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന കുറേ വേർഡ്സ് ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസസ്, കുറേ വാചകങ്ങളൊക്കെ ഉണ്ടാക്കാം. ഒന്നാമത്തേത് പ്ലേ ആണ്. പ്ലേ ഉപയോഗിച്ച് നമുക്ക് എന്താ വാക്കുണ്ടാക്കാമെന്ന് നോക്കാം. രമേഷ് ലൈക്ക് ടു പ്ലേ ചെസ്. രമേഷിന് ചെസ്സ് കളിക്കുന്ന ഇഷ്ടമാണ്. രമേഷ് ലൈക്സ് ടു പ്ലേ ചെസ്. രണ്ടാമത്തെ പ്ലം. യമുന ലൈക്ക് ടു ഈറ്റ് പ്ലം. പ്ലം ഒരു ഫ്രൂട്ടാണ്. യമുന ലൈക്സ് ടു ഈറ്റ് പ്ലം എന്ന് പറയുമ്പോൾ അതൊരു സെൻറ്റൻസായി. ദെൻ മൂന്നാമത്തെ ക്ലൗഡ്സ്. ക്ലൗഡ്സ് ആർ സീൻ ഇൻ ദ സ്കൈ ഓർ സൺ ഈസ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. സൺ ഈസ് ബിഹൈൻഡ് ദി ക്ലൗഡ്സ്. സൂര്യൻ കാർമേഘത്തിന് പിറകിലാണ്, അല്ലേ? സൂര്യനെ കാർമേഘം മറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ക്ലോക്ക്. Clock is used for knowing the time. Clock is used for knowing the time. അടുത്തത് ബ്ലൂ ആണ്. The shirt is blue in color. ഷർട്ടിന് നീല നിറമാണ് എന്നാണ് പറഞ്ഞത്, എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഈസ് ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ പുതപ്പ്. ദിസ് ഈസ് എ റെഡ് ബ്ലാങ്കറ്റ്. ഇതൊരു ചുവന്ന ബ്ലാങ്കറ്റാണ് എന്ന് പറയും. ഇതൊരു ചുവന്ന ബ്ലാങ്കറ്റാണ്. This is a red blanket. B. Match the following. താഴെ തന്നിരിക്കുന്ന വാക്കുകളെ തമ്മിൽ മാച്ച് ചെയ്യണം. ഒന്നാമത്തെ ഇത് കോക്കാണ്. അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോക്ക്, ലയൺ, പീകോക്ക്, മെയർ, ബുൾ, ഡ്രേക്ക്. അവയോട് യോജിക്കുന്ന വാക്കുകളാണ് അപ്പുറത്തെഴുതിയിരിക്കുന്നത്. ലയണസ്, കൗ, ഹെൻ, ഡക്ക്, പീഹെൻ, ഹോഴ്സ്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊന്ന് മനസ്സിലാകും, കോക്ക് ഹെന്നിനോടാണ് ചേർന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോവിങ്. കോക്ക് മാച്ചസ് വിത്ത് ഹെൻ. കോക്ക് കോഴിപ്പൂവനാണ്, ഹെൻ കോഴിപ്പിട. സോ കോക്ക് മാച്ചസ് വിത്ത് ഹെൻ. ഇപ്പോൾ കോക്കിൻ്റെ അവിടുന്ന് ഹെന്നിൻ്റെ അങ്ങോട്ടേക്ക് ഒരു വര നമുക്ക് വരച്ച് ചേർക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? ദെൻ ലയൺ. ലയണസ്. ലയണാണ് സിംഹമാണ്. ലയണസ് സിംഹി. സിംഹി എന്ന് പറഞ്ഞാൽ പെൺസിംഹമാണ്. ലയണസ് എന്ന് പറയുന്നത് ലയോണിനോടാണ് കൂടിച്ചേരുക. സോ ലയൺ മാച്ചസ് വിത്ത് ദ ലയണസ്. നെക്സ്റ്റ് ഈസ് പീകോക്ക്. ആൺമയിലാണ് പീകോക്ക്. ഇറ്റ് മാച്ചസ് വിത്ത് ദ പീഹെൻ. അപ്പോൾ പീകോക്കിൻ്റെ അടുക്കുന്ന പീഹെൻ്റെ അങ്ങോട്ടേക്ക് ഒരു വര പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം. കേട്ടോ? അടുത്തത് മെയറാണ്. മെയർ മീൻസ് ദ ഫീമെയിൽ ഓഫ് എ ഹോഴ്സ് ഈസ് കോൾഡ് മെയർ. പെൺ കുതിരയ്ക്കാണ് മെയർ എന്ന് പറയുന്നത്. മെയർ മാച്ചസ് വിത്ത് ദ ഹോഴ്സ്. നെക്സ്റ്റ് ഈസ് ബുൾ. ബുൾ മാച്ചസ് വിത്ത് കൗ. ബുൾ എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം. കൗ പശു. സോ ബുൾ മാച്ചസ് വിത്ത് കൗ. ഡ്രേക്ക്. ആൺതാറാവിനാണ് ഡ്രേക്ക് എന്ന് പറയുന്നത്. ഡ്രേക്ക് മാച്ചസ് വിത്ത് ഡക്ക്. അടുത്തത് ലെറ്റസ് എക്സ്പ്ലോർ. നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് എ ആണ്. ലുക്ക് അറ്റ് ദീസ് ഓബ്ജക്ട്സ് ഷോൺ ഹിയർ. ഇവിടെ തന്നിരിക്കുന്ന വസ്തുക്കളെ ഒന്ന് നോക്കുക. കളക്ട് ആൻഡ് പുട്ട് ദം വൺ ബൈ വൺ ഇൻറ്റു എ ടബ് ഓഫ് വാട്ടർ. ഒരു ടബിൽ അല്പം വെള്ളം എടുക്കണം. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതിലേക്ക് സാവധാനം ഇട്ട് നോക്കണം. സി വിച്ച് വിൽ ഫ്ലോട്ട്. ഏതാണ് പൊങ്ങിക്കിടക്കുന്നത്? ആൻഡ് വിച്ച് വൺ വിൽ സിങ്ക്. ഏതാണ് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതെന്ന് നോക്കണം. ടിക്ക് ദ ഓബ്ജക്ട്സ് ദാറ്റ് ഫ്ലോട്ട്സ്. പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളുടെ സ്ഥാനത്ത് ഒരു ടിക്ക് മാർക്ക് ചെയ്യണം. ആൻഡ് ക്രോസ് ദ ഓബ്ജക്റ്റ് ദാറ്റ് സിങ്ക്. താഴ്ന്നു പോകുന്ന വസ്തുക്കളുടെ സ്ഥാനത്ത് ഒരു ക്രോസ് മാർക്ക് ഉണ്ടാകണം. ഒന്നാമത്തത് എ പീസ് ഓഫ് പേപ്പർ. പീസ് ഓഫ് പേപ്പർ വെള്ളത്തിലിട്ടാൽ പൊങ്ങി കിടക്കും. സോ അവിടെ ആ വരച്ചിരിക്കുന്നത് ടിക്ക് മാർക്ക് ചെയ്യണം. എ പീസ് ഓഫ് പേപ്പർ, അവിടെ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. എ സ്മോൾ സ്റ്റോൺ. നമുക്കറിയാം കല്ല് വെള്ളത്തിലോട്ട് അപ്പോഴേ താന്നു പോകും. സോ അവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു മാർക്ക് ചെയ്യണം. ക്രോസ് മാർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? എ ഗ്രീൻ ലീഫ്. ഒരു പച്ചയില. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. സോ അവിടെ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം. അവിടെ വരച്ചിരിക്കുന്നതല്ലേ ഗ്രീൻ ലീഫ് കഴിഞ്ഞൊരു വരയുണ്ട്. ആ വരയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നീണ്ട വരയിൽ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം. എ പെൻസിൽ.
പെൻസിൽ മെയ്ഡ് ഓഫ് വുഡ് സോ ഇറ്റ് വിൽ ഫ്ലോട്ട്. അപ്പോൾ അതിന് നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം. ആൻ ഇറേസർ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് റബ്ബർ ഇറ്റ് ഈസ് ഹാർഡ് സോ ഇറ്റ് വിൽ സിങ്ക്. അതങ്ങ് താന്നു, അതുകൊണ്ട് നമ്മളവിടെ എന്ത് ചെയ്യണം, ഒരു ക്രോസ് മാർക്ക് ചെയ്യണം. എ ഫെദർ വെള്ളത്തിട്ടാൽ പൊങ്ങിക്കിടക്കും. സോ നമ്മൾ ആ നീണ്ട വരയിൽ എന്ത് ചെയ്യണം, ഒരു ടിക്ക് മാർക്ക് ചെയ്യണം. എ സ്പൂൺ ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ സോ ഇറ്റ് വിൽ സിങ്ക്. അത് താന്നു, അതുകൊണ്ട് നമ്മളവിടെ എന്ത് ചെയ്യണം, അവിടെ ഒരു ക്രോസ് മാർക്ക് ചെയ്യണം. അതാ കേട്ടോ, അത്രയും കാര്യം കൊണ്ട് കഴിഞ്ഞു. ലെറ്റസ് ലേൺ, നമുക്ക് ഇനി ഒന്ന് പഠിക്കാം അല്ലേ, വായിച്ചൊക്കെ പഠിക്കാം. ഡിഡ് യു നോ ദാറ്റ് നോട്ട് ഓൺലി സ്വീറ്റ്സ് ബട്ട് എ ഫ്യൂ other dishes are also prepared especially during festivals? Did you know, നിങ്ങൾക്കറിയില്ലേ, that not only sweets, ഈ സ്വീറ്റ്സ് മാത്രമല്ല, but a few other dishes, മറ്റ് ചില ഡിഷസും are also prepared especially during festivals. പ്രത്യേകിച്ചും ഉത്സവകാലങ്ങളിൽ, ഫെസ്റ്റിവൽസിൻ്റെ കാലങ്ങളിൽ നമ്മൾ മറ്റ് ഡിഷസ് ഉണ്ടാക്കാറുണ്ട്. ഹാവ് യു ഹാർഡ് ഓഫ് കിച്ചടി? നിങ്ങൾ കിച്ചടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് എ പോപ്പുലർ ഡിഷ്. കിച്ചടി ഒരു പോപ്പുലർ ഡിഷാണ്. കിച്ചടി ഒരു പേര് കേട്ട അല്ലെ പ്രസിദ്ധിയുള്ള ഡിഷാണ്. കിച്ചടി ഈസ് യൂഷ്വലി കുക്ക്ഡ് വിത്ത് റൈസ് ആൻഡ് ലെൻറ്റിൽസ് ടുഗദർ. ഇത് റൈസും ലെൻറ്റിൽസും ചേർത്തുണ്ടാക്കുന്നതാണ്. എന്താണ് ഈ ലെൻറ്റിൽസ്? ഡ്രൈഡ് പൾസസ് വിച്ച് ഈസ് സോക്ഡ് ആൻഡ് കുക്ക്ഡ്. ഉണങ്ങിയ പയർവർഗ്ഗങ്ങളെ അത് ടിസാട്ട്, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നമ്മൾ കുക്ക് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ലെൻറ്റിൽസ്. അപ്പോൾ ലെൻറ്റിൽസും അരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കിച്ചടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് കുക്ക്ഡ് വിത്ത് റൈസ് ആൻഡ് ലെൻറ്റിൽസ് ടുഗെദർ. അരിയും ഉണങ്ങിയ പയറോ പരിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് കിച്ചടി. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ്. ഉത്സവകാലങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ ഈറ്റൺ ആസ് എ മീൽ. അതൊരു മീലായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. ഫെസ്റ്റിവൽസ് കീപ്പ് അസ് കണക്റ്റഡ് വിത്ത് നേച്ചർ ആൻഡ് കൾച്ചർ. ഫെസ്റ്റിവൽ എന്താണ്? ആഘോഷങ്ങളല്ലേ. അവ നമ്മുടെ പ്രകൃതിയായിട്ട് നമ്മളെ ബന്ധിപ്പിക്കും, നമ്മുടെ സംസ്കാരവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കും. ഫെസ്റ്റിവൽ കീപ്പ് അസ് കണക്റ്റഡ് വിത്ത് നേച്ചർ ആൻഡ് കൾച്ചർ. പ്രകൃതിയുമായിട്ടും നമ്മുടെ സംസ്കാരവുമായിട്ടും നമ്മളെ ചേർത്ത് നിർത്തുന്നവയാണ് നമ്മുടെ ഉത്സവങ്ങളൊക്കെ. എവരി ഇയർ, എല്ലാ വർഷവും വി സെലിബ്രേറ്റ് മെനി ഫെസ്റ്റിവൽസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് പല ഫെസ്റ്റിവൽസ് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഫെസ്റ്റിവൽസ് ഹെൽപ്പ് അസ് സ്റ്റേ ടുഗദർ. നമ്മൾ ഒന്നിച്ച് നിൽക്കാൻ നമ്മെ സഹായിക്കും. ദ ബ്രിങ് ഹാപ്പിനെസ്, അവ സന്തോഷം കൊണ്ടുവരും. ജോയ് ആൻഡ് സ്മൈൽസ്, അവ നമുക്ക് സന്തോഷവും ചിരിയും ഒക്കെ കൊണ്ടുവരും. അതാണ് ഫെസ്റ്റിവൽസിൻ്റെ പ്രത്യേകത കേട്ടോ. കിച്ചടി ഈസ് എ ട്രഡീഷണൽ ഡിഷ് പ്രിപ്പയർഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ സംക്രാന്തി ഫെസ്റ്റിവൽസ്. സംക്രാന്തി ഫെസ്റ്റിവൽസിലാണ് നാം കിച്ചടി തയ്യാറാക്കുന്നത്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ഡിഷ്. ഇത് പാരമ്പര്യമായിട്ട് നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രിപ്പയർഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ സംക്രാന്തി ഫെസ്റ്റിവൽസ്. പ്രത്യേകിച്ച് സംക്രാന്തി ഉത്സവകാലങ്ങളിൽ നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ പ്രിപ്പയർ കിച്ചടി വിത്ത് ഡിഫറെൻറ്റ് വേരിയേഷൻസ്. പല സ്ഥലങ്ങളിലും പല വേരിയേഷൻസ് ഉണ്ട്, പല രീതികളിലാണ് ഇവ ഉണ്ടാക്കുക. ലൈക്ക് ആഡിങ് വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെയാണ്. ചിലത് പച്ചക്കറിയൊക്കെ ഇടും. ഓർ യൂസിങ് ഡിഫറെൻറ്റ് ലെൻറ്റിൽസ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പയർവർഗ്ഗങ്ങളോ ഉണങ്ങിയ ലെൻറ്റിൽസൊക്കെ ഉപയോഗിക്കും. മനസ്സിലായില്ല ലെൻറ്റിൽസ് എന്താണെന്ന്? ഡ്രൈഡ് പൾസസ് വിച്ച് ഈസ് സോക്ഡ് ആൻഡ് കുക്ക്ഡ് ഈസ് കോൾഡ് ലെൻറ്റിൽസ്. ഉണങ്ങിയ പയർവർഗ്ഗങ്ങൾ, അവ കുതിർത്ത് പിന്നെയാണ് നമ്മൾ അത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ലെൻറ്റിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അരിയും വെജിറ്റബിൾസും ലെൻറ്റിൽസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? ഈ പറയുന്ന കിച്ചടി പ്രിപ്പയർ ചെയ്യുന്നത്. ഡിഡ് യു നോ ദാറ്റ് ദിസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ? നിങ്ങൾക്കറിയില്ലേ? ഡിഡ് യു നോ ദാറ്റ് ദിസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ? ഇത് വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. ഹാർവെസ്റ്റ് മീൻസ് വിളവെടുപ്പ് അല്ലേ, അതിൻ്റെ ഉത്സവമാണ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ടു താങ്ക് ദ സൺ ഗോഡ് ഫോർ എ ഗുഡ് ഹാർവെസ്റ്റ്. നല്ല വിളവെടുപ്പ് ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ട് നാം നടത്തുന്ന ഉത്സവമാണ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ടു താങ്ക് ഗോഡ് ഫോർ എ ഗുഡ് ഹാർവെസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ഇനി പല പേരുകളുണ്ട്. ലൈക്ക് സംക്രാന്തി എന്ന് പറയാറുണ്ട്, പൊങ്കൽ എന്ന് പറയാറുണ്ട്, ലോഹരി, ബിഹു, മകരസംക്രാന്തി, മകരസംക്രാന്തി, ബിഹു എന്നൊക്കെ പറയാം. സക്രാത്ത് ആൻഡ് മാഘ സാജി, അങ്ങനെ പറയാം. മാഘ സാജി എന്നോ സക്രാത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്.
അക്രോസ് ദ കൺട്രി, ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പേരുകളിലാണ് ഇവ അറിയപ്പെടുക. പല ഭാഷയിൽ പല പേരുകളിലാണല്ലോ. അതുകൊണ്ട് ഫ്ലൈയിങ് കൈറ്റ്സ് ഡ്യൂറിങ് ദിസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ വെരി പോപ്പുലർ. ഈ സമയത്ത് പട്ടം പറപ്പിക്കുന്നു വളരെ പ്രസിദ്ധമാർജിച്ച ഒരു കളിയാണ് അല്ലേ. ഫ്ലൈയിങ് കൈറ്റ്സ് ഡ്യൂറിങ് ദിസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ വെരി പോപ്പുലർ. ഈ സമയത്ത് പട്ടം പറപ്പിക്കൽ വളരെ പ്രസിദ്ധമാണ്. ഇനിയും അടുത്തത്, കിച്ചടി ഈസ് നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് അക്രോസ് ദ കൺട്രി. രാജ്യത്തിൻ്റെ പല ഭാഗത്തും കിച്ചടിക്ക് പല പേരുകളാണ്. നമുക്ക് നോക്കാതെ ഏതൊക്കെയാണെന്ന്. ഗുജറാത്തി കിച്ചടി ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ എങ്ങനെയാണ് പറയുക? ഗുജറാത്തി കിച്ചടി എന്ന് പറയുന്നത്. പൊങ്കൽ ഇൻ തമിഴ്നാടു. തമിഴ്നാട്ടിൽ ഇതിന് പൊങ്കൽ എന്ന് പറയും. ബീഹാരി കിച്ചടി ഇൻ ബീഹാർ. ബീഹാരി കിച്ചടി എന്നാണ് പറയുന്നത്. ബജ്ര കിച്ചടി ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിൽ ബജ്ര കിച്ചടി എന്നും പറയുന്നത് തന്നെയാണ്. കിച്ചൂരി ഇൻ വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളിൽ കിച്ചൂരി എന്ന് പറയും. ബിസി ബിലെ ഭാട്ട് എന്ന് കർണാടകത്തിൽ പറയും. മൂങ് ഖേച്ചിർ എന്ന് കാശ്മീരിലും. മൂങ് ഖേച്ചിർ എന്ന് കാശ്മീരിലും. ഇതെല്ലാം ഈ ഡിഷിൻ്റെ വ്യത്യസ്ത പേരുകളാണ്. അടുത്തത്, ലെറ്റ് us റൈറ്റ്. നമുക്ക് എഴുതാം. വിച്ച് ഈസ് യുവർ ഫേവററ്റ് ഫെസ്റ്റിവൽ? റൈറ്റ് ദ നെയിംസ് ഓഫ് സം സ്വീറ്റ്സ് ആൻഡ് ഡിഷസ് പ്രിപ്പയർഡ് ഓൺ ദാറ്റ് ഡേ. ഈ സമയത്ത് നമ്മൾ ഒരുക്കുന്ന ഡിഷസ് ഒക്കെ എന്ന് പറയുക. വിച്ച് ഈസ് യുവർ ഫേവററ്റ് ഫെസ്റ്റിവൽ? ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ എന്ന് പറയണം. റൈറ്റ് ദ നെയിംസ് ഓഫ് സം സ്വീറ്റ്സ്, അന്നേരം ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് പറയണം. ആൻഡ് ഡിഷസ് പ്രിപ്പയർഡ് ഓൺ ദാറ്റ് ഡേ, ആ സമയത്ത് ഉണ്ടാക്കുന്ന ഡിഷസിനെ പറ്റി ഒക്കെ എന്ന് പറയണം കേട്ടോ. അവർ മെയിൻ ഫെസ്റ്റിവൽ ഈസ് ഓണം. നമ്മുടെ പ്രധാന ഫെസ്റ്റിവൽ ഓണമാണ്. ഇറ്റ് ഈസ് എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. അതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. പായസം ഈസ് പ്രിപ്പയർഡ് അറ്റ് ദാറ്റ് ടൈം. പായസം ഉണ്ടാക്കും. സോ പിന്നെ എന്തുണ്ടാവും? വലിയ സദ്യ കാണില്ലേ? അപ്പോൾ പായസം ഈസ് ദ മെയിൻ ഡിഷ്. ദെൻ വിഷു ഈസ് അനദർ ഫെസ്റ്റിവൽ ആൻഡ് വി മേക്ക് ഡിഫറെൻറ്റ് ഡിഷസ് അറ്റ് ദാറ്റ് ടൈം. ദെൻ ക്രിസ്മസ് is another festival. We make cake at that time, or we buy cake at that time. Then comes Eid. Eid is another festival. We make different dishes at that time. ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും വീട്ടിലുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ എഴുതണേ കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.